ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് സാലി എബ്രഹാം ആൻഡ് ഫാമിലി, കുവൈറ്റ്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, അപകടങ്ങളും അനർത്ഥങ്ങളും ആപത്തുകളും നിറഞ്ഞിരിക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങളിൽ കർത്താവ്, രോഗവ്യാപനം അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ അവിടുത്തെ പാദപിടുത്തം ഞങ്ങൾ ശരണപ്പെടുകയാണ്. ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഈ രാത്രി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അങ്ങ് ഓർക്കണമേ, അങ്ങ് കരുണ തോന്നണമേ. അവിടുത്തെ നാമത്തിലൂടെ മഹത്വപ്പെടുവാൻ കൊണ്ടും സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴേലും അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മയിപ്പാൻ തക്കൊണ്ടും കൃപയാൽ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും കോവിഡ് രോഗബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. രോഗബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെമ്പാടും അത് പടർന്നു പിടിക്കുന്നുണ്ടെങ്കിലും മറ്റനേക രാജ്യങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഭാരതത്തിൽ രോഗവ്യാപനം ഏറ്റവും അധികമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഭാരതത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം യാതൊരു മുഖാന്തരവുമില്ലാതെ അനേകർ ഇവിടെ വിഷമിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തിലേക്ക് വരുവാനുള്ള ഫ്ലൈറ്റ്സ് എന്നല്ല, യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഏതാണ്ട് നാം ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത്. അത്ര ഭയാനകമായി കോവിഡ്-19 ഭാരതത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിന് ഒരു അറുതി വന്നേ മതിയാകത്തുള്ളൂ. ഇവിടെ നിന്ന് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ യാത്ര തിരിച്ചവർ പലരും അവരുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ ഇടയ്ക്കുള്ള രാജ്യങ്ങൾ തങ്ങിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. പല രാജ്യങ്ങളും അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ദൈവം അതിവേഗം പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. വിദേശ രാജ്യങ്ങളിലെ യാത്രയ്ക്ക് വേണ്ടി മാത്രമല്ല, നാം ലോകത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള രാജ്യമെന്നുള്ള നിലയിൽ, അത് പടർന്നു പിടിക്കുന്നുള്ള നിലയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഇത് ബാധിക്കും. അതുകൊണ്ട് അടിയന്തരമായി ദൈവം ഇതിനൊരു അറുതി ഇവിടെ വരുത്തിയാൽ മതിയാകുകയുള്ളൂ. അപ്രകാരമുണ്ടായിരുന്ന പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അതിൽ നിന്ന് കരകയറിയിട്ടുണ്ട് എന്ന് നാം ഇവിടെ പല കാര്യങ്ങളിലും പിന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കോവിഡ്-19 കെടുതിയിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം മനസ്സിലാക്കേണ്ടത്, നാം മറ്റു രാജ്യങ്ങളെ പോലെയല്ല. ലോകത്തിലെ ഏറ്റവും കൂടിയ ജനസംഖ്യകൾ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വലിയ ജനസംഖ്യ ഭാരതത്തിലാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ രോഗവ്യാപനവും അതിൻ്റേതായിട്ടുള്ള കെടുതികളൊക്കെ വളരെ വലുതായിരിക്കും. ഒന്നാമത്തെ ജനസംഖ്യയുള്ള ചൈനയിൽ എന്താണ് നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഭാരതത്തിലെല്ലാം എല്ലാം തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയും ലോകത്ത് പലവിധമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്കെതിരായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പരിപൂർണമായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നിരക്കുകൾ, വ്യാപന നിരക്ക് കുറച്ചേ മതിയാകുകയുള്ളൂ. അത് 25-30 ഇങ്ങനെ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ 100-ൽ 30 പേർക്ക് കോവിഡ് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെയും മാറ്റം വന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. നമ്മാൽ കഴിയുന്ന രീതിയിൽ രോഗവ്യാപനത്തിന് തടസ്സം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം, രോഗവ്യാപനത്തിനെ നിർത്തുവാൻ തക്കവണ്ണം
സാമൂഹികമായിട്ടുള്ള മര്യാദകൾ പാലിക്കുവാൻ, നിയന്ത്രണങ്ങൾ അനുസരിക്കുവാൻ നമുക്ക് കഴിയണം. അത് എന്ത് നിയന്ത്രണങ്ങളായിരുന്നാലും മേലധികാരികൾ നമുക്ക് നൽകുന്ന എല്ലാ നിയന്ത്രണങ്ങളെയും അനുസരിച്ചുകൊണ്ട് ഈ മഹാവ്യാധിയെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതോടൊപ്പം ഈ ചികിത്സകൾ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ ഓക്സിജൻ ആവശ്യമുണ്ട്. സാധാരണഗതിയിലുള്ള ഓക്സിജൻ ഉൽപ്പാദനം കൊണ്ട് ഇതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഓക്സിജൻ ഇറക്കുമതി ചെയ്യുകയാണ്. എന്നാൽ അതും എത്രമാത്രം ഇറക്കുമതി ചെയ്യാൻ കഴിയും? കാരണം ഭാരതം എന്ന് പറയുന്നത് ഒരു മഹാരാജ്യമാണ്. ഇതിൻ്റേതായിട്ടുള്ള കെടുതികൾ വളരെ വർദ്ധിക്കുമ്പോൾ എല്ലാവർക്കും ഓക്സിജൻ നൽകുക എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേണ്ടതായ ഓക്സിജൻ ലഭ്യമാക്കുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മരുന്നുകൾ, വലിയ ഒരു രോഗവ്യാപനം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുവാനുള്ള മരുന്നുകളുടെ സ്റ്റോക്കൊന്നും ഉണ്ടാകുന്നതായിട്ട് നമുക്കറിവില്ല. കാരണം ഇത് അപ്രതീക്ഷിതമായി വരുന്ന കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇത് ഭാരതത്തിലെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ആഫ്രിക്ക മുതലായ ഭൂഖണ്ഡങ്ങളിൽ ഇതിനേക്കാൾ വഷളായിട്ടുള്ള അവസ്ഥകളും സ്ഥിതിഗതികളുമുണ്ട്. പക്ഷേ ലോകം അധികം അറിയുന്നില്ല. അനേകർ ചത്തൊടുങ്ങുന്നുണ്ട്, ലോകം അറിയുന്നില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കർത്താവ് പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിനെ പ്രതിരോധിക്കുവാൻ തക്കമുള്ള വാക്സിൻസ് സുലഭമായി ലഭിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ രോഗത്തിൻ്റേതായിട്ടുള്ള കഠിനമായിട്ടുള്ള ആക്രമണത്തെ തടയുവാനും തടസ്സപ്പെടുത്തുവാനും മാത്രമല്ല നിയന്ത്രിക്കുവാനും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് തീർച്ചയായിട്ടും അത് പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സംശയമില്ല. ദൈവജനം നിലവിളിക്കുമ്പോൾ ദൈവം ഉത്തരമരുളും. അതുകൊണ്ട് നാം കൂട്ടായിട്ട് നിലവിളിക്കേണ്ട ദിവസങ്ങളാണിത്. ഇതിനെ പിടിച്ചു നിർത്തിയാൽ മതിയാവും. നമ്മുടെ ആരാധനകൾ മുടങ്ങുകയാണ്, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ തകരുകയാണ്, നമുക്ക് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത വണ്ണം നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇത് അനേക തലങ്ങളിലാണ് ഈ വ്യാപനം നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയധികം വർദ്ധിച്ചിരിക്കുന്ന ഒന്നാം ഘട്ടത്തിലാണെങ്കിൽ ഇത്രയും ഇല്ലായിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ അതിവേഗം ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് 1.5 ലക്ഷം പേർക്ക് ഈ രോഗം വർദ്ധിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, അത് കേരളത്തിലെ മാത്രം കണക്കാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യഹോവയാം ദൈവം ഇടപെട്ട് ഇതിന് അറുതി വരുത്തുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളുടെ പ്രിയപ്പെട്ടവർ ആശുപത്രിയിലെ ഉൾമുറികളായിരിക്കുന്നവരുണ്ട്, രോഗികളായിട്ട് വീട്ടിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആവശ്യമായ ചികിത്സകൾ തേടിക്കൊണ്ട് ആശുപത്രികളെ സമീപിക്കുന്നവർക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുവാൻ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. എന്നാൽ യാതൊരു മാർഗവുമില്ലാതെ ചികിത്സകൾ തുടരുവാൻ കഴിവില്ലാത്ത സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആശുപത്രിയിൽ നിന്ന് നമ്മുടെ സഹോദരനെ വിടുവിക്കുവാൻ തക്കൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തിരുന്നാലും സിംറ്റംസ് ഫ്രീ ആയി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ തുടർന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം ഭവനത്തിൽ വന്നാലും അവർ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ക്വാറൻറ്റൈൻ പീരീഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് ആ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട PM മത്തായെ ഓർത്ത് പ്രാർത്ഥിക്കാം. മേഖല ബെന്നിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുജയെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഡോക്ടർ പ്രസാദിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പ്രിയപ്പെട്ട അജയ് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊക്കെയും പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ, ഇതിൻ്റെ കെടുതി നിമിത്തം അവരുടെ ആരോഗ്യം ക്ഷയിക്കാതെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് അവരെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരെ ബലപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പലവിധമായിട്ടുള്ള രോഗങ്ങളാൽ ഈ പ്രയർ സോണിനെ സമീപിച്ചിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്. മരുന്നുകൾ യഥാസമയത്ത് അവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ പലപ്പോഴും മരുന്നിൻ്റെ സപ്ലൈ ലഭിക്കുന്നില്ല. സാമ്പത്തികമായ ക്ലേശങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നടുവിൽ ക്യാൻസർ രോഗികളെ കർത്താവ് പ്രത്യേകമായിട്ട് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം അവർക്ക് ചികിത്സിക്കുവാൻ വേണ്ട മുഖാന്തരം ഒരുക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെടുന്നവരുണ്ട്, ജോലി ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുന്നവരുണ്ട്, ശമ്പളം ലഭിക്കാത്തവരുണ്ട്. അവരൊക്കെ വിളിച്ചപേക്ഷിക്കുകയാണ്. അവരെയൊക്കെയും കർത്താവ് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ ജോലിയില്ലാതെ മുൻപോട്ട് പോകുന്നത് ഏറ്റവും വലിയ പ്രശ്നവും പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് നാട്ടിലേക്ക് മടങ്ങി വരുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇതൊരു വല്ലാത്ത സാഹചര്യമാണ്. അവിടെ കർത്താവ് പ്രവർത്തിക്കാതെ ആരെയും രക്ഷിക്കുവാനോ വിടിവിക്കാനോ കഴിയുകയില്ല. നമുക്ക്
അങ്ങനെയുള്ള സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മദ്യപാനികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിൻ്റെയൊക്കെ നടുവിലും അത് കുടിച്ച് കുടുംബം മുടിക്കുന്ന സഹോദരങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രയർ സോണിൽ അപേക്ഷകൾ ലഭിക്കുന്നുണ്ട്. അവരെ നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു മാനസാന്തരം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥ അവർക്കുണ്ടാകുവാൻ, അവർ മദ്യപാനത്തോടെ വിട പറയുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കെടുതി ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ പ്രയാസമേറിയ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത്. അവരെ രക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ വർഷങ്ങളായി വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന യൗവനക്കാരുണ്ട്. അനുയോജ്യമായ തുണയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ് അവരെ ഓർക്കുവാനും വിവാഹങ്ങൾ നടക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത സഹോദരങ്ങളുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേക പരീക്ഷകൾ എഴുതുന്ന സഹോദരങ്ങളുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആ പരീക്ഷകൾ അവർ വിജയിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ബാധ്യത നമുക്കുണ്ട്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തേടുമ്പോൾ, നാം നിസ്സഹായരായി കൈമലർത്തുമ്പോൾ അവൻ മുഖം മറയ്ക്കാതെ ഇരിക്കണമെങ്കിൽ നാം അവന് വേണ്ടി നമ്മുടെ കരങ്ങൾ ചലിപ്പിക്കുന്നവരായി തീരണം. നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം അതേ നാം ഉപയുക്തമാക്കണം. അപ്പോഴാണ് നാം സഹായത്തിന് വേണ്ടി കൈകൾ മലർത്തുമ്പോൾ അവൻ നമ്മെ സഹായിക്കുന്നത്, നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നത്, നമ്മെ അവൻ നോക്കുന്നത്. അതുകൊണ്ട് നാം പലപ്പോഴും നിസ്സഹായരായിട്ട് കഷ്ടത്തിൻ്റെയും വേദനയുടെയും യാതനയുടെയും നടുവിൽ വിളിച്ചപേക്ഷിക്കാറുണ്ട്. പലപ്പോഴും മറുപടി ലഭിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത്. ദൈവത്തെ നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിൽ അന്വേഷിക്കുവാൻ നാം സമയം കണ്ടെത്തിയിട്ടില്ല. നമുക്കൊരു പ്രയാസം വരുമ്പോൾ ഉടൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അതേ കെടുതി വരുമ്പോൾ നാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി ലഭിക്കാൻ താമസിക്കുമ്പോൾ നാം ദൈവത്തെ കുറ്റം പറയും. പക്ഷേ കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവം നോക്കുമ്പോൾ ഒരു പ്രവൃത്തിയും നമ്മുടെ കരങ്ങളിൽ നിന്നില്ല. പക്ഷേ നമ്മൾ കൈമലർത്തുകയാണ് സഹായത്തിന് വേണ്ടി. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ കെടുതിയുടെ കാലത്ത് കർത്താവിൻ്റെ ആശ്വാസവും സമാധാനവും പ്രത്യാശയും പകരുവാൻ നമുക്ക് പ്രവർത്തിക്കാം. അനേകരെ ആശ്വാസത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകൾ മുഖാന്തരമായി തീരട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരട്ടെ. അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. കൂടാതെ അതേ സുവിശേഷത്തിൻ്റെ ആ അലയൊലികൾ, സുവിശേഷത്തിൻ്റേതായിട്ടുള്ള ശബ്ദം അനേകർ കേൾക്കുവാൻ തക്കവണ്ണം വഴി തുറക്കാം. ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അനേകർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുവാൻ സാധിക്കും. അനേക ഇതിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും നിങ്ങളിത് കേൾക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരാളുടെ ഈ സമാധാനത്തിൻ്റെ സുവിശേഷം, സൗഖ്യത്തിൻ്റെ സുവിശേഷം, ഈ സാന്ത്വനത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുവാനോ അവർക്കത് ആശ്വാസമായി തീരുവാൻ പരിശ്രമിക്കുവാനോ കഴിയാറില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങളുടെ മേൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയാൻ മുഖാന്തരമാകും. ഈ ശുശ്രൂഷ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവരുടെ എല്ലാ സഹായ സഹകരണങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിലയിനെ എന്നെയും ഒത്ത് പ്രാർത്ഥിച്ചാട്ട് സുസഹിപ്പാൻ തക്കവണ്ണം പുതിയ കൃപകളോടും അനുഗ്രഹങ്ങളോടും വഴി നടത്തുന്നതിനായിട്ട് പ്രാർത്ഥിക്കും. ഇതിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കാരണം ഈ കെടുതിയുടെ നടുവിലാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഈ സന്ദേശം ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ എത്തിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഉള്ളംകൈയിൽ സൂക്ഷിക്കുവാനും ഒരു രോഗവ്യാപനം ഉണ്ടാകുവാനിടയാതെ അവരെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് മുടങ്ങാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. നമുക്ക് ദൈവകാര്യങ്ങളിൽ ഈ മഹത്തായ ശുശ്രൂഷയെയും ഈ ചാനലിനെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. തുണ എനിക്കേശുവാം കുറവിനിയില്ലതാം അനുദിനം തൻ ചിറകിൻ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവാം കുറവിനിയില്ലതാം അനുദിനം തൻ ചിറകിൻ
മറവിൽ വസിച്ചിടും ഞാൻ. അവനെൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും. അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്കേശുവാം കുറവിനില്ലതാം. അനുദിനം തന്മഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, വീണ്ടും ഈ രാത്രിയിൽ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഇത്രത്തോളം നീ ഞങ്ങളെ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച് പരിപാലിച്ചു വഴി നടത്തി അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ടും കൃപകൾക്കായിട്ടും നന്ദിയുടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും കാവലിനായിട്ടും കരുണയ്ക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രി കർത്താവെ ഞങ്ങൾ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ദേശത്ത് ഈ കെടുതി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നീ ഞങ്ങൾക്ക് കാവൽക്കാരനും കോട്ടയമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേ കർത്താവ്, ഈ മഹാമാരി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ നടുവിൽ കർത്താവെ ഒറ്റപ്പെട്ടവരായി തീരുന്ന അവസ്ഥ മാറ്റിക്കൊണ്ട് കർത്താവെ ഈ വലിയ കെടുതിക്ക് അറുതി വരുത്തുവാൻ തക്കവണ്ണം യഹോവ ഇറങ്ങണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ, നിയന്ത്രിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിത്തം കഷ്ടത്തിലും വേദനയിലും ആയിരിക്കുന്ന പാവപ്പെട്ട മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ആശ്വാസദായകനായ നീ പ്രവർത്തിക്കണമേ കർത്താവേ. ഇതിനു വേണ്ടുന്ന ചികിത്സകൾ ലഭ്യമാകുവാൻ തക്കവണ്ണം ആവശ്യമായ ഘടകങ്ങളെല്ലാം ഒരുക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്സിജൻ ആവശ്യമായി ലഭിക്കാൻ സഹായിക്കണമേ, മരുന്നുകൾ ആവശ്യമായി ലഭിക്കാൻ സഹായിക്കണമേ. വാക്സിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ തന്നെ അത് ഒരുക്കി തരണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ലഭ്യമാവാൻ തക്കവണ്ണം ഇതിൻ്റെ പ്രതിരോധം കർത്താവെ അങ്ങ് തന്നെ ആയിരിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് രോഗം ബാധിച്ച ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് അങ്ങ് രക്ഷിച്ച എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഇതിൻ്റെ പാർശ്വഫലങ്ങളൊന്നും അവരെ ബാധിക്കുവാനിടയാതെ നീ സൂക്ഷിക്കണമേ. പ്രിയപ്പെട്ട പി എം മത്തായോത്ത് പ്രാർത്ഥിക്കുന്നു, മേഖല ബെന്നിയോത്ത് പ്രാർത്ഥിക്കുന്നു, സുജയോത്ത് പ്രാർത്ഥിക്കുന്നു, ഡോക്ടർ പ്രസാദിനെയോത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അജയോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൾക്ക് ആശ്വാസവും വിടുതലും ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് അങ്ങ് നൽകണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ എന്നെ പ്രവർത്തിക്കണമേ കർത്താവെ. വിവാഹം പ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നീ എന്നെ പ്രവർത്തിക്കണമേ എന്ന് എൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദമ്പതികളെ ഓർക്കുന്നു, അവരും നീ പ്രവർത്തിക്കണമേ. നാനാവിധമായ ആവശ്യങ്ങളാൽ നിൻ്റെ സന്നിധി ഞരങ്ങുന്നതിൻ്റെ മക്കളെ തരികയാണ് കർത്താവെ. അതേ കർത്താവെ, പ്രത്യേകിച്ച് ജോലി ഇല്ലാതിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോലി നഷ്ടപ്പെടുന്നവർ നീ ഓർക്കണമേ കർത്താവെ. ജോലി നഷ്ടപ്പെടുന്ന ഭയപ്പെടുന്നവരെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. നീ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്താൽ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. നീ അവർക്ക് വേണ്ടി വാതിൽ തുറക്കണമേ, പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീ അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ഈ മഹാകൃതിയുടെ നടുവിലും സ്വയം കുടിച്ച് നശിക്കുന്ന ആ സഹോദരങ്ങളൊന്ന് ഇടപെട്ടുകൊള്ളണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നീ എന്നെ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമേ കർത്താവേ. ഇവിടെ മറ്റ് പലവിധമായ പ്രയാസങ്ങളാൽ വേദനകളാൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും തരികയാണ്. ക്യാൻസർ രോഗികളെ തരികയാണ് കർത്താവേ. മറ്റെല്ലാവിധമായ പ്രയാസങ്ങളാലും ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന രോഗികളെ തരികയാണ്. നീ പ്രവർത്തിക്കണമെന്നതിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ചികിത്സകൾ ലഭിക്കാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ നീ എന്നെ ഉത്തരമരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമം ഇതിലൂടെ മഹത്വപ്പെടുവാൻ കൂടുതലായി സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം അനേകരിലേക്ക് പകരുവാൻ തക്കവണ്ണം ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങ് ഏഴിൽ വേഴ അങ്ങയിലേക്ക് കൊണ്ട് ശുശ്രൂഷ നയിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാഥിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാണമേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ആപത്തുകളും അനർത്ഥങ്ങളും അപകടങ്ങളും നിറഞ്ഞ ജീവിത പാതയിലൂടെയാണ് നാം അനുദിനം മുൻപോട്ട് പോകുന്നത്. ഈ അപകടങ്ങളെയോ ആപത്തുകളെയോ ഒഴിവാക്കാമെന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയില്ലെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ആപത്തുകൾ വന്നാൽ, അപകടങ്ങൾ വന്നാൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ തക്കവണ്ണം നമുക്ക് ഇൻഷുറൻസ് പോളിസീസ് എടുക്കുവാൻ സാധിക്കും. എന്നാൽ അപകടങ്ങളും അനർത്ഥങ്ങളും ആപത്തുകളും വരാതിരിക്കുവാൻ ഇൻഷുറൻസ് പോളിസികൾക്ക് സാധ്യമല്ല. വന്നു കഴിഞ്ഞാലാണ് നാം അതിൻ്റെ കെടുതികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നത്.
അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ച് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ കോവിഡ് മഹാമാരിയാൽ ലോകം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നാം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? വളരെ വ്യക്തമായിട്ട് ദൈവവചനം അതിന് മറുപടി നൽകുന്നുണ്ട്. 91-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും: ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. ഇത്രമാത്രം ഉറപ്പ് തരുന്ന മറ്റൊരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. In our day-to-day life, as we go forward, you see dangers are all along there. Accidents, mishaps. So, nobody can guarantee that our path is safe, our life is safe. We can take insurance policies, but that would cover only the incidents and the expenses after the accidents or after the mishaps that happen to us. An insurance policy will never cover a situation saying that this accident will not happen to you. No. So, nobody in the world can assure us that nothing will happen to you. Your path is safe. You go forward. You will be protected. Nobody can assure you that. But here, in the Word of God, we read such an assurance. In Psalm 91, verse 10, it says, there shall be no evil befall thee, neither shall any plague come nigh thy dwelling. So there is no evil that is going to come to you, no accident, no mishap. A very confident statement, which nobody in the world can give. വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്ക് യാതൊരിടവുമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇത്. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ബ്രിട്ടനിലൊക്കെയും പ്ലേഗ് വളരെയധികം വർദ്ധിച്ചു. അപ്പോൾ ചാൾസ് സ്പർജിയൻ എന്ന് പറയുന്ന ആ വിശ്വപ്രശസ്ത മിഷണറി സുവിശേഷകൻ, അദ്ദേഹം ഈ രോഗികളുടെ നടുവിലൂടെയൊക്കെ നടന്ന് ഒരുപാട് പ്രവർത്തിച്ച മനുഷ്യനാണ്. അന്നത്തെ ആ പകർച്ചവ്യാധിയുടെ നടുവിൽ വളരെയധികം പ്രവർത്തിച്ച മനുഷ്യരാണ്. ഒരുപാട് പേര് ചത്തൊടുങ്ങിയ ആ ഒരു അവസ്ഥയിൽ അന്നത്തെ കാലത്ത് പ്രവർത്തിച്ച് ഒരു ദിവസം അദ്ദേഹം വളരെ ക്ഷീണിതനായി. അദ്ദേഹത്തിന് തന്നെ ഇപ്രകാരമുള്ള രോഗികൾ മരിക്കുമ്പോൾ അവരുടെ ശവസംസ്കാരത്തിനായിട്ട് പോകുന്നു, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ട ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നു. അങ്ങനെ രാപകലില്ലാതെ ചാൾസ് സ്പർജിയൻ എന്ന് പറയുന്ന ആ സുപ്രസിദ്ധ സുവിശേഷകൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വളരെയധികം ഭാരമുണ്ടായി. കാരണം എല്ലാം തകർന്ന ഒരു കുടുംബം, പ്ലേഗ് വന്ന് ആ കുടുംബം പാടെ തകർന്നു. ഗ്രഹനായകൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. പെട്ടെന്ന് എങ്ങുമില്ലാത്ത ഒരു ഭയമെന്ന് പറയാൻ സാധ്യമല്ല, മനസ്സിന് ഒരിടിവ് സംഭവിച്ചു. അദ്ദേഹം ലണ്ടൻ്റെ തെരുവീതികളിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചെറിയ ചെരുപ്പ് നന്നാക്കുന്ന വ്യക്തിയുടെ കടയുടെ വാതിലിൽ ഒരു ബോർഡ് തൂക്കിയിട്ടേക്കുന്നത് കണ്ടു. ചെരുപ്പ് നന്നാക്കുന്നവർക്ക് വലിയ കെട്ടിടങ്ങളോ വലിയ ഷോറൂംസോ ഒന്നുമില്ല. ഒരു ചെറിയ സ്ഥലം, ഒരാൾക്ക് ഇരുന്ന് ജോലി ചെയ്യാനും അതിനോടൊപ്പം കുറച്ച് ചെരുപ്പുകളൊക്കെ തൂക്കിയിടാനൊക്കെ ഉള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ജനാലയിൽ അദ്ദേഹം ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ എഴുതി വച്ചിരുന്നത് സങ്കീർത്തനം 91:10 അത്ര എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ നിൻ്റെ കൂടാരത്തിന് അതെ സമീപിക്കുകയുമില്ല. അപ്പോൾ അദ്ദേഹം തോന്നി ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ഒരു ചെരുപ്പ് കുത്തി ലണ്ടൻ പട്ടണത്തിൻ്റെ പ്രാന്തത്തിലുള്ള ഒരു കൊച്ചു കടയുടെ മുൻപിൽ ഇരുന്ന് പണി ചെയ്യുകയാണ്. ബാക്കി എല്ലായിടത്തും അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവന് നല്ല പ്രത്യാശയാണ്, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഇത് 91-ാം സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു അജ്ഞാത സങ്കീർത്തനമാണ്. ആരാണ് ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ
നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ അതിലുപരിയായിട്ട് 1000 കൊല്ലങ്ങൾക്കൊക്കെ മുൻപോട്ട് ദൈവജനം ഈ സങ്കീർത്തനം എപ്പോഴും ഉപയോഗിച്ചിരുന്നു. ആപത്തുകളുടെ നടുവിൽ, മഹാവ്യാധികളുടെ നടുവിൽ, പകർച്ചവ്യാധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിലൊക്കെയും ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സങ്കീർത്തനമാണ്. വളരെ മർമ്മപ്രധാനമായ, ശക്തമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവമാക്കാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ്. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ ഇടയ്ക്കൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുന്നവരോടൊക്കെ ഞാൻ 91 സങ്കീർത്തനം ദിവസവും വായിക്കുവാനായിട്ട് പറയും. ചുമ്മാതെ കാണാപ്പാടം തത്തപ്രാർത്ഥന പോലെ പറയുവാനല്ല, തത്ത പറയുന്നത് പോലെ ഉരുടുവാനല്ല, പിന്നെയോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ദിവസവും അത് ധ്യാനിക്കുവാനായിട്ട് പറയും. അനേകരെ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെയുള്ള പ്രോത്സാഹനം ഒരുപക്ഷെ പൂർണ്ണമാകാൻ സാധ്യമല്ലെങ്കിൽ അത് പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം 91 സങ്കീർത്തനത്തെ ആസ്പദമാക്കിയിട്ട് ഞാൻ ആത്മീയ ഗാനം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അനർത്ഥമൊന്നും ഭാവിക്കയില്ല, നമ്മുടെ ബാധയകറ്റി കൂടാരത്തെ ദൈവം കാത്തിടുമേ, കല്ലിന്മേൽ കാൽ തട്ടാതെ ദൂതന്മാർ നമ്മെ വഹിച്ചിടുമേ, കല്ലിന്മേൽ കാൽ തട്ടാതെ ദൂതന്മാർ നമ്മെ വഹിച്ചിടുമേ, അത്യുന്നതൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ പാർത്തിടും ദൈവജനം പാടിടുമേ, യഹോവ നമ്മുടെ ആശ്രയവും സങ്കേതവും കോട്ടയുമാം, യഹോവ നമ്മുടെ ആശ്രയവും സങ്കേതവും കോട്ടയുമാം, അത്യുന്നതൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ പാർത്തിടും ദൈവജനം പാടിടുമേ. ഇത് സങ്കീർത്തനം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ഗാനം പ്രാർത്ഥിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. അതെ, ഇത് മറ്റാർക്കും നൽകുവാൻ കഴിയാത്ത ഒരു ഉറപ്പാണ്. ആർക്കും. ഇവിടെ ദൈവം, അത്യുന്നതനായ ദൈവമാണ് പറയുന്നത്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. നാനാവിധ അനർത്ഥങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ കിട്ടുന്ന വാഗ്ദത്തമാണ്. മാത്രമല്ല, ആ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഒരു ബാധയും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്നെ മാത്രമല്ല, നിൻ്റെ ഭവനത്തെയും കുറിച്ച് പറയുന്ന അതിപ്രധാനമായ കാര്യമാണ്. ഒരു ബാധ, നോ പ്ലേഗ് ഷൽ കം നിയർ thy dwelling. That's what it says. I just wanted to make sure that, people should really recite this psalm. So, whenever somebody comes to me with a problem, difficulties, I just tell them, you meditate on this psalm, Psalm 91. And you just by heart it and pray. Try to say it every day. Not simply a parrot prayer, but meditate on it and pray about it. And I was just singing those lines. I put it into a song, and so that people can easily sing it and be in the Spirit of God. Now, this is anonymous. We don't know the author. It's an anonymous psalm. But this has been used by the children of God for centuries or even 1,000 years or more. It's such a powerful psalm. Now, we find the great assurance that no evil shall befall thee. Nobody in the world can give us that guarantee. But the Almighty God says, no evil can befall thee. And not only that, no plague can come nigh to your dwelling. These are days when we go through the great pestilence, but God promises that it can never come near your dwelling. നാം ഇന്ന് വലിയ പകർച്ചവ്യാധിയുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. ചുറ്റുപാടും ഭയാനകമായിട്ടുള്ള രീതിയിൽ അതേ മഹാവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ദൈവം ഉറപ്പ് തരുന്ന ഒരു കാര്യം, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് സമീപിക്കുകയില്ല. നമ്മളത് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. അതിന് കുറച്ചുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിൻ്റെ കൂടാരം, നിൻ്റെ ഭവനത്തിൽ ഒരു ബാധയും അടുക്കുകയില്ല, അല്ലെങ്കിൽ നിൻ്റെ ഭവനത്തിന് ഒരു ബാധയും സമീപിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ ഭവനത്തിലുള്ള സകലരെയും ദൈവം പരിപാലിക്കുന്നുള്ളതാണ്. ആ ഭവനത്തിൽ ആരെല്ലാം ഉണ്ടോ ആ ഭവനത്തിലുള്ള സർവരെയും സകലത്തെയും അവൻ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. മാത്രമല്ല, നിൻ്റെ കൂടാരത്തെയും
അവൻ പരിപാലിക്കും. ഒരു ബാധകൾ തിരുവചനത്തിൽ അനേകമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയൊന്നും നിന്റെ ഭവനത്തെ സമീപിക്കുവാൻ അവൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അതൊരു വലിയ വാഗ്ദത്തമാണ്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അത് വലിയ വാഗ്ദത്തമാണ്. ഈ വലിയ കെടുതിയുടെ നടുവിൽ നാടുനീളെ അനേകായിരങ്ങൾ കഷ്ടത്തിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ, അനേകർ മരണത്താൽ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഒരു ദൈവ പൈതലിനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. So if such plague should never come near your house, you must know that your houses are totally protected. All in your household will be protected by the Almighty God. And if they should not come near your house, that means if they should not come near your house, that means there should be a protection around, there should be a fence around. That is most important. So he would be guarding your household. That's what it says. നിന്റെ ഭവനത്തിന് സമീപിക്കാതിരിക്കണമെങ്കിൽ നിന്റെ ഭവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കാവൽ വളയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആർക്ക് വേണ്ടി നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാം. നാം 91 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന പകർച്ചവ്യാധിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് ഭയപ്പെടുവാനില്ല. Thou shalt not be afraid of the terror by night, nor for the arrow that flieth by the day, nor for the pestilence that walketh in darkness. You don't have to be bothered about any pestilence. Today the world is going through a pestilence, the COVID crisis. Here the word of God says you don't have to be bothered about it. Neither should you be bothered about the terror by night. You don't have to be bothered about it. And also the arrows that fly in the night. You are protected. That's what he says. Nothing can touch you. Nothing can come near your household, your dwelling, because the Lord God is your protection. He is surrounding you. He is guarding you. When the Lord God guards us, then you don't have to be afraid at all. This is about the people who cling on to God. ഇവിടെ നാം കേട്ടത് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന പകർച്ചവ്യാധിയെയും നിനക്ക് ഭയപ്പെടുവാനില്ല. ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഭാഗമാണ്. പകർച്ചവ്യാധി നാനാ ദിക്കിലും പടർന്നു പിടിക്കുമ്പോൾ, അതെ, അവയുടെ നടുവിലൂടെ നാം നടന്നു പോകുമ്പോൾ, നാം യാത്ര ചെയ്യുമ്പോൾ പകർച്ചവ്യാധി എവിടെ നിൽക്കും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഈ പകർച്ചവ്യാധിക്ക് ഞങ്ങളെ തൊടുവാൻ സാധ്യമല്ല. കാരണം യഹോവ ഈ പകർച്ചവ്യാധി ഒരിക്കലും നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയില്ല. ദൈവം പറയുകയാണ്, അതെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന പകർച്ചവ്യാധിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് ഭയപ്പെടുവാനില്ല എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധിയുണ്ട്, നാനാവശത്തുമുണ്ട്. പക്ഷേ ഒരു ദൈവ പൈതലിന് അതിനെക്കുറിച്ച് ഭയപ്പെടുവാനില്ല. It is true the pestilence is there everywhere. It is true many are dying, many are hospitalized, and it is spreading. All right. But as a child of God, you don't have to be afraid of this pestilence. You know, when I say you, there must be great specification about the self. It's not for everybody who reads the psalm. You can learn it by heart and recite it. But it's not for everybody who recite it. There is a specification for the person who should be protected this way. ഇത് 91 സംഘത്തിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് പാടുകയോ അല്ലാതെ കാണാപ്പാടം പഠിച്ചുകൊണ്ട് തത്തമ്മ പ്രാർത്ഥനയായിട്ട് രാവിലെയും വൈകിട്ട് പറയുന്നോ ചെയ്യുന്നവരുടെ കൂടെ അല്ല. പിന്നെയോ ഇത് യാഥാർത്ഥ്യമായിട്ട് തീരുന്ന വ്യക്തികൾ ആരാണ്? അതാണ് പരമപ്രധാനമായ കാര്യം. The most important thing is how this can be realized. This great promise of the Almighty God that no evil will befall thee and no plague shall come nigh your dwelling. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുത്ത് വരികയില്ല. അത് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന പകർച്ചവ്യാധിയെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? 91 സങ്കീർത്തനം
വായിക്കുന്നവരെ കുറിച്ചല്ല, അത് കാണാപ്പാഠം പഠിച്ച് പറയുന്നവരെ കുറിച്ചല്ല നാം ഓർത്തു കൊള്ളണം. ആരെക്കുറിച്ചാണ് നാം വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. വേഴ്സ് 9, യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു, യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ നീ വാസസ്ഥലമാക്കിയിരിക്കുന്നത് അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു അനർത്ഥവും നിനക്ക് അതെ ഭവിക്കുകയില്ല. ഒരനർത്ഥം. അപ്പോൾ ഇതൊരു വാക്യത്തിൻ്റെ തുടർഭാഗമാണ്. യഹോവയെ സങ്കേതമാക്കി വെക്കുന്ന ഒരു വ്യക്തിയെ, അത്യുന്നതനായ ദൈവം വാസസ്ഥലമായിട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ബാധയ്ക്കും തൊടുവാൻ സാധ്യമല്ല. അത് വളരെ വ്യക്തമായ കാര്യമാണ്. This doesn't happen to people because thou hast made even the Most High thy habitation. God is the refuge. So, if no evil should befall thee, it is not for everybody who recites this psalm, who reads this psalm. But in your personal life, in your day-to-day life, God should be your refuge. God should be your refuge and He should be a habitation. Means anything and everything is in God. Everything is in God. There's nothing beyond that. It's not enough that you say a nominal prayer. It's not enough that you just read this psalm once a way. But God should be a reality in your life. You should be completely be depending on the Almighty God. You should have utmost faith in the Almighty God. You must trust in the Almighty God. That's what it says. Yes, God should be a refuge. So, for people whom God is their refuge, here God promises that no evil will come in their lives. It's an assurance. ദൈവം അഭയമായിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആദ്യമായിട്ട് പ്രതിപാദിച്ചു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. നിന്റെ അഭയസ്ഥാനം യഹോവയാണെങ്കിൽ, അവൻ്റെ വാസസ്ഥലത്താണ് നിന്റെ സർവമാന ജീവിതവും സമർപ്പിക്കുന്നതെങ്കിൽ നിനക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല. മാത്രമല്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുത്ത് വരികയില്ല. അതൊരു വലിയ വാഗ്ദത്വമാണ്. പക്ഷേ ഈ വാഗ്ദത്വം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നമുക്ക് യഹോവ നമ്മുടെ അഭയസ്ഥാനമാക്കി മാറ്റണം. യഹോവയെ അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തിയെയും അവൻ തള്ളിക്കളയുകയില്ല. അവനവരെ കോഴി തൻ്റെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നാം 91-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, നിന്റെ എല്ലാ വഴികളിലും നിന്നെ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. He shall give his angels charge over thee to keep you in all your ways. They shall bear thee with their hands. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എങ്ങനെയാണ് നിന്നെ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നത്? ഒരു ബാധയും നിന്റെ കൂടാരത്തിന്, നിന്റെ ഭവനത്തിന് ചുറ്റും വരാതെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? അതെങ്ങനെയാണെന്നാണ് അവിടെ വിവരിക്കുന്നത്. അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. അവരെന്താണ് ചെയ്യുന്നത്? അവർ നിന്നെ കാത്തു സൂക്ഷിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ തക്കതിനുമാണ് അവർ സൂക്ഷിക്കുന്നത്. നിന്റെ ജീവിതയാത്രയിൽ ഇപ്രകാരമുള്ള കല്ലുകൾ വന്ന് നീ അതിനെ തട്ടുമ്പോൾ നീ ഉരുണ്ടു വീഴും. ഈ കല്ലുകൾ നിന്നെ തകർക്കുവാൻ മുഖാന്തരം ഒരുക്കും. എന്നാൽ അതുകൊണ്ട് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ തക്കതിരുവണ്ണം അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. The angels will carry thee in their hands so that your legs will not strike a stone. That's very important. So, when the Lord says, no evil shall befall thee, it means that He is protecting you. When you are completely abiding in Him, when you make the Lord God your refuge, He will order His angels to take care of you. It is His business because you are completely surrendered yourself to Him. And it is He who has to take care of you. So, we find that the Lord is taking care of you. His angels are taking care of you. You don't have to be bothered about all that's going to happen. And then, the psalmist continues in the next verse. അടുത്ത വാക്യം വായിക്കുമ്പോൾ 13-ാമത്തെ വാക്യം, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, സിംഹത്തിന്മേലും
അണലിമേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ സ്നേഹത്താൽ എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് അവൻ സ്നേഹത്താൽ എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ വിടുവിക്കും. ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതിനാൽ അവൻ എൻ്റെ നാമം അറിയുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പോൾ നിന്റെ ഈ ജീവിതയാത്രയിൽ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. നമുക്കറിയാം, സിംഹത്തിൻ്റെ മേൽ ചവിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഉടൻ നിന്നെ വലിച്ചു കീറിക്കളയും. കാരണം നിന്നെ വിഴുകിക്കളയും. സിംഹമാണ്. നിന്റെ ഈ ജീവിതയാത്രയിൽ പലപ്പോഴും സിംഹങ്ങളെ നിനക്ക് നേരിടേണ്ടി വരും. നീ അറിയാതെയോ അറിഞ്ഞോ സിംഹത്തെ ചവിട്ടിയാൽ അവൻ നിന്നെ തകർത്ത് കളയും. സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ തന്നെ അത് നിന്നെ വിഴുകിക്കളയും. പക്ഷേങ്കിൽ സിംഹത്തിന് മേലും അണലിമേലും നീ ചവിട്ടും. അണലി വിഷം നിറഞ്ഞ പാമ്പാണ്. അപ്പോൾ അതിനെ ചവിട്ടിയാൽ ആ പാമ്പ് കടിച്ചാൽ നീ തീർന്നു പോകും. അവിടെ നിനക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. രണ്ട് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ്. നാം അനുദിന ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നാം ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകും. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല എന്ന് ദൈവം പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കി തരികയാണ് സങ്കീർത്തനക്കാരൻ. നിൻ്റെ ജീവിതയാത്രയിൽ നീ സിംഹങ്ങളെ ചിലപ്പം ചവിട്ടേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. സിംഹത്തിൻ്റെ മുൻപിലൂടെ പോകേണ്ടുന്ന കാര്യങ്ങൾ വന്നേക്കാം. പക്ഷേ നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നീ അണലിമേൽ ചവിട്ടും. വിഷം നിറഞ്ഞ പാമ്പാണ് അണലി. അപ്പോൾ നിൻ്റെ ജീവൻ അവിടെ അപകടത്തിലാണ്. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുക എന്നൊക്കെ അവൻ തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇങ്ങനെയുള്ള നിൻ്റെ യാത്രയിൽ ഇത് സംഭവിക്കും. പക്ഷേങ്കിൽ എന്താ അവർ പറയുന്നത്? അതിൻ്റെ മറുപടി, സിംഹത്തിന്മേൽ അണലിമേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ബാലസിംഹം വളരെ ശൗര്യമുള്ള സിംഹമാണ്. ബാലസിംഹം. പെരുമ്പാമ്പ് നിന്നെ മുഴുവനായി വിഴുങ്ങുവാൻ പെരുമ്പാമ്പിന് കഴിയും. അണലിയാണെങ്കിൽ വിഴുങ്ങാൻ പറ്റുകയില്ല. പെരുമ്പാമ്പ് നിന്നെ മുഴുവനായി വിഴുങ്ങുവാൻ തക്കവണ്ണം കഴിവുള്ള പാമ്പാണ്. എന്നാൽ അവയ്ക്ക് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? അവൻ സ്നേഹത്താൽ എന്നോട് പറ്റിയിരിക്കുന്നത്. അതെ, അവൻ സ്നേഹത്താൽ എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ വിടുവിക്കും. ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതിനാൽ അവൻ എൻ്റെ നാമം അറിയുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവനെ സംരക്ഷിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം എന്നെ നിങ്ങളെ വിടുവിക്കുന്നത് നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവൻ്റെ നാമം അറിയുന്നത് കൊണ്ടാണ്. അവനായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അവൻ്റെ മഹത്വത്തിനു വേണ്ടി നാം ജീവിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ വരുന്ന ഇപ്രകാരമുള്ള ഭയാനകമായ സാഹചര്യങ്ങൾ, അതെ, നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നമ്മെ മുൻപോട്ട് നടത്തുന്നത്. സിംഹങ്ങൾ, അണലികൾ, പെരുമ്പാമ്പുകൾ, ബാലസിംഹങ്ങൾ എല്ലാം മനുഷ്യജീവിതത്തെ തകർത്ത് കളയുന്ന അവസ്ഥകളാണ്. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിന് അതിനെക്കുറിച്ച് ഭയപ്പെടുവാനൊന്നുമില്ല. കാരണം അവൻ്റെ കരങ്ങളാലാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. അവൻ്റെ ദൂതന്മാരാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. അവരുടെ കരങ്ങളിൽ മേലാണ് നമ്മെ വഹിക്കുന്നത്. നമ്മുടെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ എന്നൊക്കെ സൂക്ഷിക്കുന്നവരാണ്. നീ ചവിട്ടിയാലും സിംഹത്തിനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതെ, അണലിക്ക് നിന്നെ കടിക്കുവാൻ സാധ്യമല്ല. ബാലസിംഹത്തിന് നിന്നെ വലിച്ചു കീറുവാൻ സാധ്യമല്ല. പെരുമ്പാമ്പിന് നിന്നെ വിഴുങ്ങുവാൻ സാധ്യമല്ല. കാരണം യഹോവ നിൻ്റെ അഭയമാണ്. യഹോവ നിൻ്റെ അഭയമാണ്. ഈ രാത്രിയിൽ അനേകമായ പ്രതിബന്ധങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കുവാനുണ്ട്, യഹോവ നിങ്ങളുടെ അഭയമാണോ? യഹോവ നിങ്ങളുടെ വാസസ്ഥലമാണോ? എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, അതെ, ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് വരികയില്ല. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിനോ ഉച്ചയിലൂന്ന കാറ്റിനോ പകർച്ചവാദിക്കോ എന്നെ തൊടുവാൻ കഴിയുകയില്ല. പക്ഷേ യഹോവ നിൻ്റെ അഭയമായിട്ട് മാറണം. നിൻ്റെ എല്ലാ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും താഴ്വരയിൽ മാത്രമല്ല, നിൻ്റെ അനുദിന ജീവിതത്തിൽ യഹോവയെ അഭയമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകണം. ഒരു കഷ്ടമോ നഷ്ടമോ വരുമ്പോൾ, കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ബാധ ദേശത്ത് വരുമ്പോൾ ഉടൻ യഹോവയെ അന്വേഷിക്കുകയല്ല. പിന്നെയോ നിൻ്റെ അനുദിന ജീവിതത്തിൽ നീ യഹോവയെ നിൻ്റെ അഭയമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നിൻ്റെ സകലവിധമായിട്ടുള്ള ജീവിതയാത്രകൾ അവൻ നിന്നെ സൂക്ഷിക്കും. നിനക്കൊരനർത്ഥം വരാതിരിക്കുവാൻ തക്കവണ്ണം അവൻ നിന്നെ സൂക്ഷിക്കും. കാരണം നീ അവനെ സ്നേഹിക്കുന്നുണ്ട്, അവൻ്റെ നാമം നീ മഹത്വപ്പെടുത്തുന്നുണ്ട്. അതെ, നീ അവനിൽ അഭയം പ്രാപിക്കുകയാണ്, നിൻ്റെ സകലതും അവന് സമർപ്പിക്കുകയാണ്.
മറ്റൊരു കാര്യം കൂടിയുണ്ട്. യഹോവയെ അഭയമാക്കുന്നവൻ യഹോവയുടെ സ്വഭാവപ്രകാരം ജീവിക്കുന്നവനായിരിക്കണം, യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കുന്നവനായിരിക്കണം. അല്ലാതെ ജീവിതത്തിൽ പാപഭംഗിലമായ പാതയിലൂടെ യാത്ര ചെയ്യുന്നവന് യഹോവയെ അഭയമാക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ യഹോവയോട് വിശ്വസ്തയും വിശ്വാസവും വിശുദ്ധിയും നാം പാലിക്കണം. അനുദിന ജീവിതത്തിൻ്റെ പാപ സ്വഭാവങ്ങൾ ഉരുത്തിരിഞ്ഞ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കാവലും കൃപയും നമ്മുടെ മേൽ വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പെരുവഴിയിൽ ഓടിക്കൊണ്ട് അതേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ യഹോവ നീ എൻ്റെ അഭയമാണെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. യഹോവ നിൻ്റെ അഭയമാകണമെങ്കിൽ, അവൻ്റെ വാസസ്ഥലത്ത് നീ വസിക്കണമെങ്കിൽ എന്ന് പറയുമ്പോൾ മഹാപരിശുദ്ധനായ യഹോവയുടെ സന്നിധിയിൽ നിനക്ക് നിൽക്കുവാൻ കഴിയണമെങ്കിൽ നിൻ്റെ കാലുകൾ വിശുദ്ധമായിരിക്കണം, നിൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കണം. പാപത്തെ വിട്ട് സമ്പൂർണമായി അവൻ്റെ ഓമനപുത്രൻ്റെ രക്തത്താൽ നീ വിശുദ്ധി പ്രാപിച്ചവനായിരിക്കണം. അങ്ങനെ വിശുദ്ധിയിൽ ദൈവത്തോടുള്ളിൽ നീ വസിക്കുമ്പോഴാണ് അതേ ആദ്യമേ നാം കേട്ട വാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഒരു ബാധയും കൂടാരത്തിനടുത്ത് വരികയില്ല, ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. അതേ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടിയാലും അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. എങ്ങനെ? ദൈവത്തിലുള്ള ബലം കൊണ്ട്, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട്, ദൈവം അഭയമായിരിക്കുന്നത് കൊണ്ട്. പക്ഷേങ്കിൽ അവിടെ ഏറ്റവും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും ദൈവ സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ അഭയമാക്കുവാൻ കഴിയുകയുള്ളൂ. പ്രയാസങ്ങളുടെയോ പ്രശ്നങ്ങളുടെയോ നടുവിൽ കുറച്ച് നിലവിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയാർജിക്കുവാൻ സാധ്യമല്ല. എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട്, സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതേ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ നാമം ഉയർത്തുകയും ചെയ്യുമ്പോഴാണ് ആ ദൈവം സകലവിധ അനർത്ഥങ്ങളിൽ നിന്നും എന്നെ നിങ്ങളെ രക്ഷിക്കുന്നത്. ഒരു ബാധയും നമ്മുടെ കൂടാരത്തിനടുത്ത് വരികയില്ല. ഒരു ദൈവപൈതലിൻ്റെ കൂടാരത്തിന് ഒരു ബാധയ്ക്കും അടുത്ത് വരുവാൻ സാധ്യമല്ല. കാരണം നമ്മൾ അവൻ്റെ ഉള്ളങ്കയിൽ വസിക്കുകയാണ്. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയിരിക്കുന്ന ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തന്നിതമാണെന്നു ഞാൻ അറിയുന്നു. അതെ, സിംഹം വന്നുകൊള്ളട്ടെ, ബാലസിംഹം വന്നുകൊള്ളട്ടെ, കോവിഡ് 4 ചുറ്റും പറന്നുകൊള്ളട്ടെ, നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പാമ്പും പെരുമ്പാമ്പും അണലിയും വന്നുകൊള്ളട്ടെ, നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നീ അവൻ്റെ ഉള്ളങ്കയിലിരിക്കുന്നു. അവൻ്റെ ഉള്ളങ്കയിലിരിക്കണമെങ്കിൽ നീ വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം. മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ ഉള്ളങ്കയിലിരിക്കുന്നു എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. നിൻ്റെ വിശുദ്ധിയിലാണ് അവൻ്റെ സന്നിധിയിൽ നിനക്ക് ചെല്ലുവാൻ കഴിയുന്നത്. പാട്ടുകാരൻ തുറന്ന് പാടുന്നുണ്ട്, എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ഈ കോവിഡ് മഹാമാരിയിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വയ്യാതെ ഇരിക്കുന്ന, വാക്സിൻ ലഭിക്കാത്ത അവസ്ഥയിലിരിക്കുന്ന, മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ കുറഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന എന്ന് വേണ്ട, ജീവിതത്തിൽ ആകെ ഭയാനകമായ അവസ്ഥയിൽ മുൻപോട്ട് കടന്നു പോകുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ഈ രാത്രി ഓർപ്പിക്കുകയാണ്. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. പക്ഷേ യഹോവ നിൻ്റെ അഭയമായിട്ട് ഈ രാത്രിയിൽ മാറണം. നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഈ രാത്രിയിൽ ഉണ്ടാകണം. നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറയണം. നീ യഹോവ നിൻ്റെ അഭയമാണെന്ന് പറയുമ്പോൾ കർത്താവേ നീ എൻ്റെ അഭയമാണ്, നീ എന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പോരാ. നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറയണം. നീ ഒരു വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഈ രാത്രി ഒരു മാറ്റത്തിൻ്റെ രാത്രിയാകണം. യഹോവ നിൻ്റെ അഭയമായി തീർന്ന് നിനക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തും സംഭവിച്ചോട്ടെ, ദേശത്ത് എന്തും സംഭവിച്ചോട്ടെ, കാരണം നീ ദൈവത്തിൻ്റെ വകയാണ്, നീ അവൻ്റെ ഉള്ളങ്കയിൽ ഇരിക്കുകയാണ്. അപ്രകാരം ആ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവും ദൈവമേ, ഭയാനകമായൊരു അന്തരീക്ഷത്തിൽ കർത്താവ് അനർത്ഥങ്ങളും ആപത്തുകളും ബാധകളും ചുറ്റുപാടും പോകുമ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതലിനെ എങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കുന്നത് ഈ രാത്രി കേൾക്കുവാൻ സഹായിച്ചതിനായിട്ട് സ്തോത്രം.
മറ്റാർക്കും തരാൻ കഴിയാത്ത വലിയ വാഗ്ദത്തം ഈ രാത്രി നൽകിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന പാർശ്വവാദിയെക്കുറിച്ച് നിനക്ക് ഭയപ്പെടുവാനില്ല. യഹോവ ഞങ്ങളുടെ പരിപാലകനായി ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. എന്നാൽ കർത്താവെ, ഞങ്ങളുടെ അഭയം അങ്ങായിരിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ വാസസ്ഥലം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപങ്ങളുടെ അശുദ്ധികൾ മാറ്റിക്കൊണ്ട് വിശുദ്ധിയിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ കർത്താവ് വചനം കേട്ട് ഓരോരുത്തരെയും സഹായിക്കണമേ. പുതിയ സമർപ്പണത്തോടെ നിൻ്റെ സന്നിധിയിൽ വന്ന് അങ്ങേ അവരുടെ ആശ്രയമാക്കിക്കൊണ്ട് അഭയമാക്കിക്കൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ദൈവകൃപയാൽ അവരെ സഹായിക്കണമേ. അവിടുത്തെ കരുണയാൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഭവനങ്ങളെ നീ സൂക്ഷിക്കുകയാണ്. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൻ്റെ സമീപത്ത് വരികയില്ല. അത് ഉറപ്പാണ്. ആ ഉറപ്പ് അനുഗ്രഹമായിട്ട് മാറ്റുവാൻ തക്കവണ്ണം, അത് അനുഭവമാക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശുനാഥിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആം. പിതാദേവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസം നോത്ത് പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇപ്പോഴെപ്പോഴും എന്നേ കൊണ്ടായിരിക്കുമാറാകട്ടെ. ആം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് സാലി എബ്രഹാം ആൻഡ് ഫാമിലി, കുവൈറ്റ്.